മാർച്ച് 20 വിശുദ്ധ കത്ബർട്ട് 635 മുതൽ 687 വരെ കാലഘട്ടം. സ്കോട്ട്ലൻഡിൽ മെൽറോസ് എന്ന സ്ഥലത്ത് ജനിച്ച ബെർട്ട് സ്ഥലത്തെ ആശ്രമവുമായി അടുത്ത ബന്ധത്തിലാണ് ബാല്യം മുതൽ വളർന്നത്. ഒരു രാത്രി ആടുകളെ കാത്ത് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ വിശുദ്ധ ഐഡാൻ്റെ ആത്മാവ് മാലാഖമാരുടെ അകമ്പടിയോടുകൂടി സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ദർശനം യുവാവായ കത്ബർട്ടിന് ഉണ്ടായി. ഈ കാഴ്ച കത്ബർട്ടിനെ മെൽറോസ് ആശ്രമത്തിൽ ചേരാനിടയാക്കി. ആശ്രമശ്രേഷ്ഠൻ്റെ കീഴിൽ കത്ബർട്ട് വിശുദ്ധ ഗ്രന്ഥം പഠിച്ചു, തീക്ഷ്ണമായ ഒരു ജീവിതം നയിച്ചു. ഗുരു മരിച്ചപ്പോൾ അദ്ദേഹം ആശ്രമശ്രേഷ്ഠനായി തിരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥലത്തും പരിസരങ്ങളിലുമുണ്ടായിരുന്ന അന്ധവിശ്വാസം നീക്കാൻ അദ്ദേഹം അശ്രാന്തം പരിശ്രമിച്ചു. പിന്നീട് ലിൻഡിസുഫാൺ ആശ്രമത്തിലേക്ക് സ്ഥലം മാറിപ്പോയപ്പോൾ അവിടെയും അദ്ദേഹം അന്ധവിശ്വാസത്തോട് സമരം ചെയ്തു. കൂടുതൽ ഏകാന്തത അന്വേഷിച്ച് അദ്ദേഹം ലിൻഡിസുഫാണിൽ നിന്ന് ഫാൻ ദ്വീപിലേക്ക് പോയി സ്വയം അധ്വാനിച്ച് ജീവിച്ചു. അവിടെ വച്ചും അദ്ദേഹം ആധ്യാത്മിക ഉപദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ തൻ്റെ കൊച്ചുമുറിയിൽ നിന്ന് പുറത്തു കിടക്കാതെ ഒരു കിളിവാതിലിൽ കൂടെയായിരുന്നു ഉപദേശങ്ങൾ നൽകിയിരുന്നത്. ഈ ഏകാന്തതയിൽ ദൈവസ്തുതികൾ പാടിയും ധ്യാനിച്ചുമാണ് ഫാദർ കത്ബർട്ട് ജീവിച്ചു പോന്നത്. ബാല്യം മുതൽ അദ്ദേഹത്തിന് മാലാഖമാരുടെ സ്വർഗീയ സഹായം ലഭിച്ചു പോന്നിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളിലും ആത്മീയ സ്തുതികളിലുമെല്ലാം മാലാഖമാർ ദർശനങ്ങൾ നൽകുകയും ഒരുപക്ഷെ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടും സഹായിച്ചു പോന്നിരുന്നു. ടിഫോർഡിൽ വിശുദ്ധ തെയോഡോറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മെത്രാന്മാരുടെ സുനഹദോസ് ഏകാന്തതയിൽ കഴിഞ്ഞിരുന്ന ഫാദർ കത്ബർട്ടിനെ ലിൻഡിസുഫാണിലെ ബിഷപ്പായി തിരഞ്ഞെടുത്ത് 685 യോർക്കിൽ വെച്ച് അഭിഷേകം ചെയ്തു. പുതിയ സ്ഥാനം ലഭിച്ചപ്പോഴും തപോനിഷ്ഠയ്ക്ക് കുറവ് വരുത്തിയില്ല. പരിസര പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 2 കൊല്ലത്തെ ഭരണം കഴിഞ്ഞ് ഫാൻ ദ്വീപിലേക്ക് പോയി അവിടെ വെച്ച് മരിച്ചു. വിശുദ്ധ കത്ബർട്ടിൻ്റെ ജീവിതം അനുസ്യൂതമായ പ്രാർത്ഥനയായിരുന്നു. ദൈവത്തിൻ്റെ ബഹുമാനത്തിനായി വിനിയോഗിക്കാത്ത സമയം പാഴായിട്ടാണ് അദ്ദേഹം കരുതിയത്. ദൈവത്തിൻ്റെ നീതിയും കാരുണ്യവും സ്നേഹവും സൃഷ്ടിയിൽ പ്രകാശിതമാകുന്ന അവിടുത്തെ മഹത്വവുമായിരുന്നു വിശുദ്ധൻ്റെ സാധാരണ ചിന്താവിഷയം. അദ്ദേഹത്തിൻ്റെ മുഖത്തിന് ഒരു ദിവ്യ തേജസ് ഉണ്ടായിരുന്നുവെന്ന് സമകാലികർ പറയുന്നു. ദൈവത്തെയാണ് കത്ബർട്ട് സദാ ദാഹിച്ചിരുന്നത്. അവിടുന്നിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആനന്ദം. വചനം പ്രഭാഷകൻ 49 അധ്യായം 8-9 വാക്യങ്ങൾ. കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം എസെക്കിയേൽ ദർശിച്ചു. ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റയച്ചു. നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു. വിചിന്തനം. വിശുദ്ധ കത്ബർട്ടിനെ പോലെ എപ്പോഴും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആലോചനയും നമ്മുടെ ആലോചനയും ഒന്നായിരിക്കണമെങ്കിൽ ഒരു ആത്മീയ ബന്ധം നാം വളർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് മാലാഖമാരുമായി സ്വർഗീയ സംവിധാനങ്ങളുമായിട്ട് നമ്മുടെ ആത്മാവിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബന്ധം ആരംഭിക്കുന്നുള്ളൂ. കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവാനും കർത്താവിനോടൊപ്പം ആയിരിക്കുവാനും ദാഹിക്കുന്ന ഒരാത്മാവിനെ തേടി കർത്താവിൻ്റെ ദൂതഗണങ്ങൾ എപ്പോഴും ചുറ്റിനുമുണ്ടായിരിക്കും. ആത്മീയമായ കണ്ണുകൾ തുറക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗ്രിഗറിയുടെ വാക്കുകളിൽ പറയുന്നു, ക്ഷമയാണ് എല്ലാ സുഹൃതങ്ങളുടെയും തായ്വേരും സംരക്ഷകയും. നമുക്ക് ക്ഷമിക്കാം നമ്മെ വേദനിപ്പിക്കുന്നവരോട്.